ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. എത്തനോയിക് ആസിഡിനെ ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുകയോ കുറയോ എന്നറിയണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുകയോ എന്നറിയണമെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുക നോക്കിയാൽ മതി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടിയിട്ടുണ്ടെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. എടാ, എത്തനോയിക് ആസിഡിനെ ബെൻസീനിലേക്ക് ഇട്ടാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുമോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറയോ എന്ന് അറിയണം. നോക്കട്ടെ. യെസ്, ഇത് എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡ് 2 മോളിക്കൂൾ എത്തനോയിക് ആസിഡ് ആണ്. CH3COOH ആണ് എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡിനെ ബെൻസീനിലേക്ക് ആഡ് ചെയ്യുക. എന്തിലേക്ക് ആഡ് ചെയ്യുക? ബെൻസീനിലേക്ക് ആഡ് ചെയ്യുക. ബെൻസീൻ ആണ് സോൾവെന്റ്. എന്താണ് സംഭവിക്കുക? പാർട്ടിക്കിൾ എണ്ണം കൂടുകയോ പാർട്ടിക്കിൾ എണ്ണം കുറയോ എന്ന് അറിയേണ്ടത്. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നോക്കിയോ, ഇതാണ് സംഭവിക്കുക. എത്തനോയിക് ആസിഡ് എന്തായി മാറുന്നു എന്നാൽ മക്കൾ ശ്രദ്ധിച്ചേ, ഇതാണ് എത്തനോയിക് ആസിഡ്. വേറെ എത്തനോയിക് ആസിഡ് എഴുതുകയാണ്. വേറെ ഒരു എത്തനോയിക് ആസിഡ് എഴുതുകയാണ്. എത്തനോയിക് ആസിഡ് എഴുതി. യെസ്, ഇതിന് പറയാ ഡൈമറൈസേഷൻ എന്നാ. 2 പാർട്ടിക്കിൾ ചേർത്ത് ഒന്നായി മാറി. പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞു. പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. ശരിയല്ലേ? പാർട്ടിക്കിൾ എണ്ണം കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. അപ്പൊ എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ വേറെ കോമൺ നെയിം എന്താ? അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ പാർട്ടിക്കിൾ എണ്ണം കുറയും. ഇത് കുറയും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. ഇതേ എക്സാമ്പിൾ ആണ്. ബെൻസോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, പാർട്ടിക്കിൾ എണ്ണം കുറയും. അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാലും ബെൻസോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാലും പാർട്ടിക്കിൾ എണ്ണം കുറയും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. എടാ,